അപ്പോൾ ഗൈസ് നമ്മളിന്ന് തുങ് സഹൂർ പ്രാങ്ക് ചെയ്യാൻ പോവുകയാണ്. കുറേ ദിവസം കൊണ്ട് പ്രാങ്ക് ചെയ്യണു, പാളിപ്പോണു. അങ്ങനെ ഇതും പാളിപ്പോവോ ഇല്ലയോ എന്നാണ് കാണാൻ പോണേ. അപ്പോൾ ആ ഫസ്റ്റ് റൗണ്ട് AFK ആയിരുന്നു. അവൻ വന്ന് മണ്ട ഒട്ടിച്ചു. അപ്പം അടുത്ത റൗണ്ട് ആയപ്പോഴേക്കും ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. അപ്പോഴേക്കും അവനെ ഞാൻ കണ്ടു. പിന്നെ വെടിവെക്കണോ വേണ്ടതെന്ന് വിചാരിച്ചിരുന്നു. പിന്നീട് ഞാൻ വെടിവെക്കാമെന്ന് വിചാരിച്ചു. പിന്നീട് ഞാൻ വിചാരിച്ച് AFK ആണല്ലോ, അതുകൊണ്ട് അവൻ അടുത്തോട്ടൊക്കെ വന്ന് അവിടെ നിന്ന് എനിക്ക് തോന്നി ഇവനെ കൊല്ലായിരുന്നു. പക്ഷേ ഇവൻ മിസ് ചെയ്യണമെന്ന് എനിക്കൊരു ഡൗട്ട് തോന്നി. അപ്പോഴേക്കും നമ്മൾ തമ്മയിലൊക്കെ എടുത്ത് അപ്പോഴേക്കും അവൻ നമ്മളെ കൊന്നു. പിന്നെ അവൻ ഇമോട്ട് ഇടുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ കാണാൻ ആളില്ലാത്തതുകൊണ്ട് ഇമോട്ട് ഇടൂല എന്ന് മനസ്സിലായി. അങ്ങനെ അടുത്ത റൗണ്ട് അവൻ്റെ റൗണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനാണ് ആദ്യം എടുത്തത്. അറിയാതെ ഞാൻ ഡെസേർട്ട് അങ്ങ് എടുത്ത് ഗൈസ്. ഞാനാണ് ആദ്യം എടുത്തത്. അപ്പോൾ ഡെസേർട്ട് എടുത്തു പോയി ഗൈസ്. അതാണ് പ്രശ്നം. അവന് മനസ്സിലായിക്കാണ് ഞാൻ കളിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അടുത്ത റൗണ്ട് അവൻ UMB M80 ഡെസേർട്ട് എടുത്തു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം PUBGൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവരും പോയി ചെക്കൗട്ട് ചെയ്യുക. നമ്മളെ ചാനലുണ്ട് ഗൈസ്. നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോഴേക്കും നമ്മൾ M80 അടിച്ച് തീർത്തിട്ടുണ്ട്. അപ്പോഴേക്കും മൂന്നാമത്തെ റൗണ്ടായി എനിക്ക് മനസ്സിലാവും ചാടുന്ന ഡെസേർട്ടും വെച്ച് കളി കണ്ടപ്പോഴെനിക്ക് മനസ്സിലാവും ഭയങ്കര ലെജൻഡാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നമുക്ക് എന്തായാലും ഈ റൗണ്ട് കളിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇത് പിന്നീട് എൻ്റെ ഒരു അക്കൗണ്ട് അല്ല ഗൈസ്. ഇത് എൻ്റെ ഒരു തേർഡ് അക്കൗണ്ട് സംതിങ് അങ്ങനെയൊക്കെ പറയുന്ന ഒരു ലെജൻഡറി അക്കൗണ്ടാണ് ഗൈസ്. ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അക്കൗണ്ടാണ്. എനിക്ക് കളിക്കാനൊക്കെ തരുന്ന അക്കൗണ്ടാണ്. അപ്പോഴേക്കും അവൻ വന്നപ്പോഴേ ഞാനങ്ങ് കളി തുടങ്ങി. കണ്ടല്ലോ, ഈ ടൈഗറിൻ്റെ ഇതൊക്കെ ഉണ്ട് ഗൈസ് ഇവിടെ. അങ്ങനെ ഞാൻ UMB വെച്ച് കുത്തിയൊക്കെ പിടിച്ചു. പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും കൊല്ലാൻ നോക്കി. അങ്ങനെ അവൻ വീർന്നു ഗൈസ്. പിന്നെ ഇപ്പോൾ ചോര എറിക്കുന്ന കാണാൻ കൊള്ളാം ഗൈസ്. പിന്നെ ഞാൻ ഇമോട്ട് ഇട്ട് കൊടുത്തു ഗൈസ്. അവൻ ഈഗോ ഹേർട്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അവൻ 3 റൗണ്ട് എടുത്തു, ഞാൻ 1 റൗണ്ട് മാത്രമേ എടുത്തോളൂ. പിന്നെ ഞാൻ നേരെ എന്ത് ചെയ്തു, മാസ്റ്റർ പീസ് സാധനം വുഡ്പെക്കറും പിന്നെ ഏതൊരു കുത്തിപ്പിടിക്കലിനും എടുത്ത് ഗൈസ്. അപ്പോൾ വുഡ്പെക്കറിൻ്റെ സ്കിന്നുണ്ട് ഗൈസ് ഈ അക്കൗണ്ടിൽ. ഓക്കെ, അപ്പോൾ ഈ 2 എണ്ണത്തിനും ഒരേ സ്കിന്ന്. എന്തായത്. പിന്നെ ആ കുത്തിപ്പിടി കണ്ണിന് സ്കിന്ന് ടൈമുണ്ട് ഗൈസ്, അതിനുള്ളിൽ മാറും. പക്ഷേ വുഡ്പെക്കർ അങ്ങനെയല്ല എന്നാണ് തോന്നുന്നത്. പിന്നെ വുഡ്പെക്കർ വെച്ച് കുത്തിപ്പിടിച്ച് തലയെ പൊട്ടിച്ചു അങ്ങ്. ഇതാണ് ഗൈസിൻ്റെ വുഡ്പെക്കർ കളി കണ്ടിട്ടില്ല എന്ന് ഒരാൾ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു വീഡിയോയിൽ വുഡ്പെക്കർ കിടിലാന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ അത്ര കിടിലൊന്നുമില്ല, എന്നാലും കളിക്കും ഗൈസ് വുഡ്പെക്കർ വെച്ച്. പിന്നെ ഡെസേർട്ട് ഇട്ട് കളിക്കാൻ പഠിക്കുന്നുണ്ട്. കുഴപ്പമില്ല, ഇപ്പോൾ കളിക്കും. ഡെസേർട്ടും വുഡ്പെക്കറും ഒരേപോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞാൽ. നേരത്തെ ആ സ്പോട്ടിൽ തന്നെ വന്നിരുന്നു. പക്ഷേ ഇതാണ് ട്വിസ്റ്റ്. അവൻ വന്നുകൊണ്ട് എൻ്റെ തല ഒറ്റ പൊട്ടിക്കല്. ഞാൻ അറിഞ്ഞില്ല, ഇതാണ് എൻ്റെ കളി. മനസ്സിലായല്ലോ. അവൻ ഇമോട്ട് വിട്ട് ഗൈസ്, ഓറോ ഫാമിങ്ങിൻ്റെ അല്ലേ, അതിന് ഓറോ ഫാമിങ്ങിൻ്റെ ഇമോട്ട് വിട്ട്. പിന്നെ അടുത്ത റൗണ്ട് അവൻ്റെ ആയിരുന്നു. അപ്പോൾ നമ്മൾ യെസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പുറത്ത് നോക്കാം. അപ്പുറത്താണെങ്കിൽ ഇവ എടുത്തത് AW എന്തോ സംതിങ് ആണെന്ന് തോന്നുന്നു. സ്നൈപ്പറാണ് എടുത്തത്. എനിക്ക് സ്നൈപ്പർ ഇട്ട് ഒട്ടും കളിക്കാറില്ല. ഇപ്പോഴേക്കും 4 റൗണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ ഉറപ്പിച്ചു ഞാൻ തീർന്നു എന്ന്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ പ്രാങ്കും ഗോൺ റോങ്. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്തെന്താ, ഇത് തുങ് സഹൂർ പ്രാങ്ക് ആയിരുന്നു. ഇതിലും ഈ ഗണ്ണിലും ഉണ്ട് കേട്ടോ. ഓസ്കാർ എന്തോ ഇട്ട് അവൻ എന്നെ പൊട്ടിച്ചു ഗൈസ്, ഞാൻ ഗ്ലൂ വാൾ ഇട്ടതിനെയൊക്കെ. അങ്ങനെ ഗൈസ് അവൻ അവിടെ ഇമോട്ടൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത മാച്ചും കൂടെ ഒന്നും കൂടി നോക്കാം ഗൈസ്. ലാസ്റ്റ് അങ്ങനെ ഗൈസ് നമ്മൾ ഒന്നും കൂടി ഇട്ടിട്ടുണ്ട്. ഇമോട്ടൊക്കെ ഇട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഈ അക്കൗണ്ടിൻ്റെ പേര് GT Aimbot എന്നാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അക്കൗണ്ട് എന്നൊക്കെ പറയാം ഗൈസ്. ഓക്കെ, നമ്മൾ തുങ് സഹൂർ ആയിരുന്നു. എൻ്റെ ടേൺ ആയിരുന്നു. ഇപ്പോൾ ഞാൻ ഡെസേർട്ട് എടുത്തു ഗൈസ്. നേരത്തെ അല്ലായിരുന്നു ഗൈസ്, ഇപ്പോഴാണെന്ന് തോന്നുന്നു ഞാൻ ഡെസേർട്ട് എടുത്തത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഡെസേർട്ട് എടുത്തു. AFK നിൽക്കണോ അല്ല കളിക്കണോ എന്ന് എനിക്കൊരു ഡൗട്ടായി. പിന്നെ ഞാൻ വേറെ ഗണ്ണ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും സമയം കഴിഞ്ഞു പോയി. വുഡ്പെക്കർ എവിടെയോ കണ്ട പോലെ തോന്നിയുകൊണ്ടാണ് ഞാൻ വേറെ ഗണ്ണ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അവിടെ ഇരുന്നു. പിന്നെ ചാടി മെറിഞ്ഞു. അപ്പോഴേ നോക്കിയപ്പോൾ ഇതേ ഗോൾഡൻ ബണ്ടിൽ അല്ല ഗോൾഡൻ ക്രിമിനൽ വന്ന് കയറി ഒറ്റ 1 ടാപ്പ്. ഇതാണ് ഞാൻ പറഞ്ഞത് ഗൈസ്, ഞാൻ ഡെസേർട്ട് ഇട്ട് കളിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാടി വന്ന് നമ്മൾ ഹെഡ് എടുത്തു 700 കയറി. ഞാൻ വിചാരിച്ചു ഇപ്പം ഞാൻ തീരും ഗൈസ്, കാരണം അപ്പുറത്തുള്ളത് ഗോൾഡൻ ക്രിമിനലാണ് ഗൈസ്. ഓക്കെ, അവിടെ അവൻ അവിടോട്ട് ഇങ്ങോട്ട് ഇരുന്നൊക്കെ കളിക്കുന്നുണ്ട്. അങ്ങനെ ഈ കളർ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. ഡയമണ്ട് ഇല്ലായിരുന്നു ആ സമയത്ത്. ഈ സമയത്ത് ഇല്ല. ഇപ്പോൾ വീക്കിലിയെങ്കിലും ഉണ്ട്. അപ്പം വീക്കിലേ ഇല്ലായിരുന്നു. അങ്ങനെ എനിക്ക് ഗോൾഡ് ബണ്ടിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്, കളർ മാറുന്നത്. ഓക്കെ, എന്തായാലും ബാക്ക് ടു ഗെയിം. അപ്പോൾ
അവ അവിടെ എവിടെന്നോ എന്നെ അടിച്ച് ഹെഡ് അടിച്ചു. ഇവൻ എവിടെയെന്ന് നോക്കിയപ്പോഴത്തേലും അവിടെ ലോലിമോട്ട് ഇടുന്നു ഗൈസ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ ഭയങ്കര കിടിലമാണ്. എൻ്റെ ഫോണിൻ്റെ ഇതിൽ അത്യാവശ്യം ഇമോട്ട്സ് ഒക്കെ ഉണ്ട്. ഒരു ഇതാണ് അങ്ങനെ ഇമോട്ട് ഇത്ര ഇത് കുറേ ഉണ്ട് ഗൈസ്. നമുക്ക് ഈ അക്കൗണ്ടിൻ്റെ ഇമോട്ട് കളക്ഷൻ വേണമെങ്കിൽ ഞാൻ ഒരു ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ടാവും. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ വേണമെങ്കിൽ ഇടാം. ഓക്കെ, GTA ഇമ്പോർട്ടെന്ന് മാത്രം ഇട്ടാൽ മതി. അപ്പോഴേക്കും ഞാൻ നോക്കാം ഗൈസ്. ഒരാളെങ്കിലും ഇട്ടാൽ ഞാൻ കളക്ഷൻ കാണിക്കുന്നതാണ് ഗൈസ്. അടുത്ത എക്സാം മീറ്റിംഗ് വേറെ ഏതൊരു ഗണ്ണ് എടുത്ത് ഈ ഗണ്ണിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഇവോ ഉണ്ട്, എൻ്റെ ഉണ്ട്, ഈ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പുറത്ത് നിന്ന് കാത്തു നിന്ന സമയത്ത് ദേ വന്നു. അങ്ങനെ ഞാൻ എക്സാം മീറ്റ് വെച്ച് അടിച്ച് നോക്കി പക്ഷെ പറ്റിയില്ല. പിന്നെ അവൻ അവിടെ നിന്ന് ഗ്ലൂ പൊട്ടിക്കാൻ നോക്കണം. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ വഴി കൂടെ വന്ന് നിൽക്കുന്നുണ്ട്. ഈ ഗണ്ണിൻ്റെ പേരെന്താ അറിയുന്നവർ കമൻറ്റ് ബിലോ ഗൈസ്. ഓക്കെ, പിന്നെ ഈ അക്കൗണ്ടിന് വേണ്ടവർ അതായത് കളക്ഷൻ കാണിക്കേണ്ടവർ. അപ്പോഴേക്കും ഇവ അങ്ങ് വീണു ഗൈസ്, അതായത് ഗോൾഡൻ മണ്ണിൽ വീണു. അങ്ങനെ നമ്മൾ ബൂയി അടിച്ചു ഗൈസ്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് പക്ഷേ സാഡായി കേട്ടോ. ഞാൻ ഇത് അവ ഇറങ്ങിപ്പോയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, ഈ കളക്ഷൻ വേണമെന്ന് ഒറ്റ ഒരാൾക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി GTA ഇമ്പോർട്ട്. അപ്പോൾ നമ്മൾ ഒരു ലോങ് ഉൾഫും കൂടെ പോവുകയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്നും കൂടെ നോക്കാം ഗൈസ്. അവ ഇറങ്ങിപ്പോയല്ലോ. ഞാൻ അത് വെച്ച് നിർത്താമെന്നാണ് വിചാരിച്ചത്, പക്ഷെ അവ ഇറങ്ങിപ്പോയല്ലോ, അതെന്ത് ചെയ്യാനാണ്. ഓക്കെ, എന്തായാലും റാൻഡം ഗണ്ണ് ഇട്ടെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. പിന്നെ വിചാരിച്ചു നമുക്ക് ഡ്രാഗണ്ണോ അങ്ങനെ എന്താണ് ഗൈസ് ഈ ഗണ്ണിൻ്റെ പേര്. ഈ ഗണ്ണിന് ഈ അക്കൗണ്ട് സ്കിൻ ഉണ്ടായിരുന്നു. അത്യാവശ്യം ഓൾഡ് അക്കൗണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ഓൾഡ് അക്കൗണ്ടാണ്. അപ്പോൾ എനിക്ക് അതായത് ആ ഓട്ടോ മാറ്റണത് ഞാൻ എൻ്റെ അകത്ത് ഒളിപ്പിച്ച് കിടക്കണ പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് മാറ്റാൻ വേണ്ടി സെറ്റിങ്സിൽ പോയി മാറ്റി. അപ്പോഴേക്കും വെടിവെക്കുന്ന ശബ്ദം കേട്ടു. അപ്പോൾ എനിക്ക് ഉറപ്പായി ഞാൻ ഡെഡായെന്ന്. അങ്ങനെ ഗൈസ് നമ്മൾ തിരിച്ചു വന്ന് നോക്കിയപ്പോഴും ഡെഡായിട്ടില്ല ഗൈസ്, നമ്മൾ ജീവനോടെ ഉണ്ടാവും. ബോംബിട്ട് കളിക്കുമായിരുന്നു. അങ്ങനെ ഞാനൊരു ബോംബ് അവൻ ഇട്ട് കൊടുത്തു. അവന് 32 കയറി. പക്ഷേ നടന്ന് ഞാൻ ഗ്ലൂ ഇട്ടു. അപ്പോഴേക്കും പോയി ഗൈസ്. എന്നിട്ട് അവൻ ഇമോട്ട് ഇട്ടു ഗൈസ്. ഇമോട്ട് മൈ ഈഗോ ഗൈസ്. ഈഗോ ഹേർട്ട് ചെയ്ത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് ഇമോട്ട് ഇട്ട് കളിക്കുമായിരുന്നു. ആരും കാണാനില്ലേ. ഞാൻ ഇത് ചെയ്യുമ്പോൾ ഇടയ്ക്ക് അങ്ങ് മറക്കും ഗൈസ്. പിന്നെ അവ ഇമോട്ടെല്ലാം ഇട്ടാൽ പിന്നെ എൻ്റെ ഈഗോ ഹേർട്ട് ചെയ്യും. പിന്നെ ഞാൻ അത് കൊല്ലാൻ വേണ്ടി നടക്കും ഗൈസ്. ഇതെനിക്കിഷ്ടമല്ല ഇമോട്ടിടുന്നത്. ഞാൻ ഇമോട്ടിടും ഗൈസ്, പക്ഷെ അവന്മാർ ഇട്ടൂടാ. ഓക്കെ, അപ്പോൾ ഗ്രനേഡ് വെച്ച് ഞാൻ കുറേ അവനെ തപ്പിക്കൊണ്ട് കിടന്നിട്ട് 32 കയറ്റി ആദ്യം തന്നെ. പിന്നെ അവിടെ ഉണ്ടാകാൻ നോക്കാൻ വേണ്ടി അവിടെ ഇട്ട്, പിന്നെ അവിടെ ഇട്ട്, പിന്നെ എനിക്ക് ഇച്ചിരി ഡാം കയറ്റി തന്നവൻ. പിന്നെ അവൻ അതിൻ്റെ അറ്റത്ത് ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ നേരെ ഷോട്ട് ഗണ്ണാക്കി മാറ്റി. പിന്നെയും ഗ്രനേഡാക്കി, പിന്നെയും ഷോട്ട് ഗണ്ണാക്കി. പിന്നെ അവൻ എവിടെയെന്ന് എനിക്ക് കാണുന്നില്ലായിരുന്നു. പിന്നെ അവൻ അങ്ങോട്ടൊക്കെ വെടി വെച്ച് പിന്നെ ഇപ്പുറത്തോട്ട് വളഞ്ഞ് വന്നു. അപ്പോഴേക്കും അവൻ അപ്പുറത്ത് പോയി. എന്താണ് ഹൈഡ് ആൻഡ് സീക്കോ. അങ്ങനെ ഞാനും അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിച്ച് പിന്നെ 55 കൊടുത്ത് കയറ്റി, ഹെഡ് കയറ്റി കൊടുത്ത്, പിന്നെ അവനെ അങ്ങ് കുത്തി പിടിച്ചെടുത്ത് ഗൈസ്. എൻ്റെ ഇമോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇമോട്ട് ഈഗോ കെട്ടിയതെൻ്റെ ഈഗോ. ഓക്കെ ഗൈസ്, നമ്മളെന്നിട്ട് ക്യാരക്ടർ സ്കില്ല് ഓറിയോണാണ്. ഓക്കെ, നമുക്ക് അടുത്ത ഗണ്ണ് അവൻ എടുക്കണം ഗൈസ്. അവൻ്റെ പേര് GD അങ്ങനെ എന്തോ ആണ് ഗൈസ്. പക്ഷേ അവൻ്റെയും പ്രൊഫൈൽ പിക്ചർ ഒന്നാണ് അവൻ്റെയും. ഓക്കെ, A വെച്ചാണ് തുടങ്ങുന്നത്. ഈ അക്കൗണ്ടിൻ്റെ ഓണറിൻ്റെ പേര് തുടങ്ങുന്നത് A വെച്ചാണ് ഗൈസ്. അതാണ്. ഓക്കെ, അവൻ AWM എടുത്തു. ഈ അക്കൗണ്ടിൽ മാസ്റ്റർ അങ്ങനെ എന്തോ ഒരു ഇതാണ് ഗൈസ്. AWMൻ്റെ WW ഭയങ്കര കളിക്കുന്ന ഒരു പ്ലെയറാണ് ഇതിലെ ഓണർ. ഓക്കെ, അപ്പോൾ എന്തായാലും എൻ്റെ കൂട്ടുകാരനും കസിനും കൂടെയാണ് ഗൈസ് ആൾ. ഓക്കെ, ഞാൻ അവിടെ നിന്ന് അവിടെ AWM വെച്ച് എങ്ങനെയെങ്കിലും എടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് AWM വെച്ച് അങ്ങനെ കളിക്കാൻ അറിയില്ല. എന്നാലും അവൻ എന്നെ എടുത്തു ഗൈസ്. എന്നിട്ട് അവൻ ഇമോട്ട് ഇടുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഗണ്ണ് സ്വാപ്പ് ചെയ്ത് കളിച്ചു. അല്ല, ഇമോട്ടൊന്നും അവൻ ഇട്ടില്ല ഗൈസ്. അങ്ങനെ അടുത്ത റൗണ്ടായി അവിടെ AWM ആണല്ലോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ സ്നൈപ്പർ വെച്ച് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. സ്നൈപ്പർ വെച്ച് ഇവ എന്നെ അവിടെ വെടിവെച്ചപ്പോഴേക്കും ഞാനത് ഗ്ലൂ ഇട്ടു. പിന്നീട് അവൻ എന്നെ ഒരു 150 കയറ്റി, ഞാനൊരു 150 കയറ്റി. പിന്നീട് അവ അവിടെ ഒളിച്ചിരിക്കുന്നു, ഞാനിവിടെ ഒളിച്ചിരിക്കുന്നു. അങ്ങനെ ഗ്ലൂവാൾ തീർന്നു പോയതുകൊണ്ട് ഞാനവിടെ ഡെഡായി. ഇപ്പോഴും ഞാൻ വിചാരിച്ചു ഇവ ഇമോട്ട് ഇടുമെന്ന്. പക്ഷേ ഇമോട്ട് ഇട്ടില്ല, ലാസ്റ്റ് ഇമോട്ട് ഇട്ടു. പക്ഷേ എനിക്കൊരു ഡൗട്ട് കാരണം എനിക്ക് ആ ഡൗൺലോഡ് ആവാത്ത ഇമോട്ടാണെന്ന് എനിക്കപ്പോൾ മനസ്സിലായി. പിന്നെ ഞാൻ ഡെസേർട്ട് എടുത്ത് ഗൈസ്. ഡെസേർട്ട് വെച്ച് കളിച്ച് പഠിക്കുന്നുണ്ട്. ഓൾറെഡി എൻ്റെ ചാർജ് 12% ആയി. ഇനിയും കുറയുമെന്ന് മനസ്സിലായപ്പോഴേക്കും നമുക്കിത് എന്തായാലും നിർത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇനിയും കുറച്ച് നേരം കൂടെ ഉണ്ട്. എന്തായാലും നിങ്ങൾ കണ്ടോളൂ.
അങ്ങനെ ഡെസേർട്ട് വെച്ച് ഞാൻ കുത്തി പിടിച്ചു, പക്ഷേ കിട്ടിയില്ല ഗൈസ്. പിന്നെ 2 ഗ്ലൂ ഇട്ടു. പിന്നെ എനിക്ക് ഇത് 2 ഗ്ലൂ കയറുവാണ്. ഓക്കെ, ഇവ അവിടെ നിൽക്കുന്നു. ഞാൻ ഇവിടെ നിന്ന് മെഡടിച്ചിട്ട് നോക്കുമ്പോൾ 3 ഗ്ലൂ എന്നെ തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പുറത്തൊന്ന് നോക്കുമ്പോൾ നിൽക്കുന്നു. അവിടെ നില്ലേ എനിക്ക് ഹെഡ് അടിക്കണം എന്നും പറഞ്ഞ് നിൽക്കുമായിരുന്നു. അവൻ്റെ ഗ്ലൂ ഒക്കെ അവ ഇടുന്നു. പിന്നെ ഒന്ന് ഇന്നൊക്കെ അടിച്ചപ്പോഴേക്കും കയറി ഗൈസ് ഹെഡല്ല നോർമൽ. അങ്ങനെ ഓറിയോൺ ഇട്ട് ഇമോട്ട് ഇടുന്ന പോലെ ഓറിയോൺ ഇട്ട് കാണിച്ചു കൊടുത്ത്. അങ്ങനെ ഗൈസ് നമ്മൾ അടുത്ത റൗണ്ടായി. അടുത്ത റൗണ്ടിൻ ഡെസേർട്ടാണ് അങ്ങനെ ബേസിക്കലി എനിക്ക് ഈ മാപ്പ് അത്ര ഇഷ്ടമുള്ള മാപ്പൊന്നുമല്ല ഗൈസ്. എവിടെ ഹൈഡ് ചെയ്യാൻ സ്ഥലമില്ല, അങ്ങനത്തെ ഒരു മാപ്പാണിത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ കളിക്കാറിനൂടെ ഈ മാപ്പ് വെച്ച്. എൻ്റെ ഇതിലൊക്കെ കയറിപ്പോയി, ബാഗിലൊക്കെ കയറിപ്പോയി ബട്ടൺ. പിന്നെ ഞാൻ അവനെ കുത്തിപ്പിടിച്ച് തല നോക്കി കളിക്കുമായിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ കൊന്നേനെ അവനെ അപ്പോഴേ. പക്ഷേ ഞാൻ തല നോക്കി കളിച്ചുകൊണ്ട് മാത്രം എന്നെ കൊല്ലാനൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ ഒളിച്ചിരുന്ന് ബെഡൊക്കെ അടിച്ച് അവിടെ നിന്നിട്ട് എന്നെ ഒന്നും ചെയ്തില്ല ഗൈസ്. അതായിരുന്നു എൻ്റെ അത്ഭുതം. പിന്നെ അവൻ കൊന്നു കേട്ടോ. എൻ്റെ 4 റൗണ്ടായിട്ടുണ്ടായിരുന്നു, ഞാൻ 2 വന്നാലും. അവൻ ഹീറോയിക്കിൻ്റെ ഇമോട്ടും ഡബിൾ 2 ഹീറോയ്ക്ക് അവൻ അടിച്ചിട്ടുണ്ട് ഗൈസ്. കാരണം അടുത്താണ് അടിച്ചേക്കണേ ഈ 2 ഹീറോയ്ക്കും. കാരണം മറ്റേ ഹീറോയ്ക്കിൻ്റെ 60 ദിവസമുള്ളതും മറ്റേ പുതിയ ഹീറോയ്ക്കിൻ്റെ പുതിയതെന്ന് 2 ഹീറോയ്ക്ക് അടിക്കുന്നതിൻ്റെ മറ്റേ ബാസ്കറ്റ് ബോൾ ഇമോട്ട്. ഓക്കെ, ഇത് 2 ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ M80 ആയിരുന്നു അവൻ എടുത്തിരുന്നത്. പിന്നെ ഗൈസ് M80 അല്ല M18087 അങ്ങനെ എന്തുവാണ് ഈ ഗണ്ണിൻ്റെ പേരെന്ന് ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഗൈസ് ഞാൻ വിളിക്കണം ഇങ്ങനെയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ ഫിൻ ഗെയിമിംഗ്. ഞാൻ നിർത്തുകയാണ് ഇവിടെ വെച്ച്. വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.